സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച സമയം രാത്രിയാണ്. ചില സൗന്ദര്യവർദ്ധന വസ്തുക്കൾ രാത്രി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇരട്ടി സൗന്ദര്യം നൽകും എന്നാണ് പറയുന്നത്. രാത്രി കുറച്ച് സമയം നമുക്ക് ഇതിനായി നീക്കിവെക്കാം. തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് ഫേസ് ക്രീമുകളും ഹെയർ ക്രീമുകളും കുറച്ച് സമയം പോലും പുരട്ടി നിൽക്കാൻ ആർക്കും സമയമില്ല. 10-15 മിനിറ്റിനുള്ളിൽ കഴുകി കളയുന്നു. ഇങ്ങനെ ചെയ്താൽ ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമം രാത്രിയിലാണ്. അവ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ചില ചേരുവകൾ ചർമ്മത്തിന് നല്ല ഫലം തരുന്നത് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ ചർമ്മ സംരക്ഷണത്തിന് രാത്രിയാണ് ഏറ്റവും മികച്ചതെന്ന് അറിയുക. കിടക്കാൻ പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിനായി ചെയ്യാൻ കഴിയുമെന്ന് അറിയാം. നിങ്ങളുടെ ചുണ്ട് നല്ല മൃദുവുള്ളതും മിനുസമുള്ളതും ആകാനാണോ ആഗ്രഹം? എന്നാൽ ഒലീവ് ഓയിൽ ചുണ്ടിൽ പുരട്ടി പോയി കിടന്നുറങ്ങിക്കോളൂ. ഉറങ്ങി എഴുന്നേറ്റാൽ നല്ല മൃദുവായ ചുണ്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല മിനുസവും മൃദുവായതുമായ കാൽപാദങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് കാൽപാദങ്ങളിൽ ഒലീവ് ഓയിലോ വാസലിനോ പുരട്ടുക. സോക്സ് ധരിച്ച് ഉറങ്ങാം. രാത്രിയിൽ കാൽപാദ സൗന്ദര്യത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന മികച്ച ടിപ്പാണിത്. കണ്ണിനടിയിലെ കറുത്ത പാടുകളാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ കിടക്കുന്നതിന് മുൻപ് ബദാം ഓയിൽ കണ്ണിന് താഴെ തേക്കും. ഇത് കണ്ണിനടിയിലെ ചുളിവുകൾ പോകാനും കറുപ്പ് പോകാനും സഹായിക്കും. നിങ്ങളുടെ ഹെയർ ഓയിൽ ചെറുതായി ചൂടാക്കി നന്നായി മസാജ് ചെയ്യുക. എന്നിട്ട് സുഖമായി പോയി ഉറങ്ങിക്കോളൂ. ഇത് നന്നായി മുടി വളരാൻ സഹായിക്കും. നല്ല സുന്ദരമായ നഖം പെണ്ണിന് അഴവ് നൽകുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുൻപ് നഖത്തിന് മേൽ വെളിച്ചെണ്ണ പുരട്ടാം. രാത്രി ഇങ്ങനെ ചെയ്ത് കിടക്കുന്നത് നഖത്തിന് നല്ല ശക്തി നൽകുകയും സുന്ദരമാക്കുകയും ചെയ്യും. ആവണക്കണ്ണ നിങ്ങളുടെ പുരികം സുന്ദരമാക്കും. രാത്രി കിടക്കുന്നതിന് മുൻപ് കുറച്ച് ആവണക്കണ്ണയെടുത്ത് പുരികത്തിൽ പുരട്ടാം. ഇത് പുരികം നന്നായി വളരാൻ സഹായിക്കും. നിങ്ങളുടെ ചർമ്മം വൃത്തിയായിട്ടിരിക്കാൻ എന്തു ചെയ്യണം? അഴുക്കുകൾ നിറഞ്ഞ മുഖവും ശരീരവുമാണ് പ്രധാന പ്രശ്നം. മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ച് കിടക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ തേച്ച് കിടക്കുക. നിങ്ങളുടെ ചർമ്മം വൃത്തിയുള്ളതും സൗന്ദര്യമുള്ളതുമാകും. കിടക്കാൻ പോകുന്നതിന് മുൻപ് മുഖം ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായി കഴുകണം. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് ഇതിന് ഉത്തമം. ഇത് നിങ്ങളുടെ ചർമ്മത്തെ മൃദുവാക്കുകയും മുഖക്കുരു ഇല്ലാതാക്കുകയും ചെയ്യും. നിങ്ങൾ സ്ക്രബിംഗ് ചെയ്യാറില്ലേ? എന്നാൽ രാത്രിയിൽ ഇത് ചെയ്യാം. ഔഷധ സ്ക്രബിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇത് നിർജീവമായ കോശത്തെ നശിപ്പിച്ച് ചർമ്മം ശുചിയാക്കി നിർത്തുന്നു. പാൽ ഉപയോഗിച്ച് മോയ്സ്ചറൈസിംഗ് ചെയ്യാം. കിടക്കുന്നതിന് മുൻപ് മുഖം വൃത്തിയാക്കി വെക്കാൻ ഇത് ഉത്തമമാണ്. പാല് കൊണ്ട് മുഖം ക്ലീനാക്കിയതിനു ശേഷം നിങ്ങളുടെ ചർമ്മത്തിന് യോജിച്ച മികച്ച ടോണർ പുരട്ടാം. ഉറക്കക്കുറവ്, ക്ഷീണം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കണ്ണിന് താഴെ കറുത്ത വട്ടം പോലെ വരാം. മുഖക്കുരു കൊണ്ടുള്ള പാടുകൾ, നഖം തട്ടിയുണ്ടാകുന്ന കറുപ്പ് നിറം എന്നിവ മുഖ സൗന്ദര്യത്തിന് കളങ്കം വരുത്താറുണ്ട്. ഇതിന് പരിഹാരമായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ആയുർവേദിക് ഫേസ് പാക്ക്. തേൻ ഒരു ചെറിയ സ്പൂൺ, പച്ചമഞ്ഞൾ ഒരു ചെറിയ സ്പൂൺ, ചെറുപയർ പൊടി 50 ഗ്രാം എന്നിവ വെള്ളത്തിൽ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി ഫേസ് പാക്കായി മുഖത്തിടാം. ഉണങ്ങിക്കഴിഞ്ഞ് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകാം. കണ്ണിനടിയിലെ കറുപ്പ് നിറവും മുഖത്തെ കലകളും മാറിക്കിട്ടും. കറുത്ത മുന്തിരി നന്നായി കഴുകി ജ്യൂസ് അടിച്ച് വെച്ച് അടുത്ത ദിവസം രാവിലെ അത് പുരട്ടി മുഖം കഴുകുക. പാടുകൾ മാറി മുഖം തുടുക്കും.